പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എത്ര കണക്കൊപ്പിച്ചാലും മലപ്പുറത്ത് +1 സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നില്ല. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. 10,000-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ ആശങ്കയിലാണ്. മുഴുവൻ A+ ലഭിച്ച കുട്ടികൾ പോലും സീറ്റ് കിട്ടാത്ത അവസ്ഥയിലുമാണ്. +1 ക്ലാസുകൾ ഇന്നലെ തുടങ്ങുകയും ചെയ്തു. അപ്പോഴും സീറ്റ് ക്ഷാമമില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നത്. പ്രതിഷേധവും ആളിക്കത്തുകയാണ്. MSFും KSUവും മാത്രമല്ല, SFIയും ഇപ്പോൾ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് വിദ്യാർത്ഥി സംഘടനകളെ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. SSLC പരീക്ഷാഫലം വന്നത് മുതൽ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറത്ത് ഇത്തവണയും സീറ്റ് പ്രതിസന്ധിയുണ്ടെന്ന് റിപ്പോർട്ടർ മുന്നറിയിപ്പ് നൽകിയതാണ്. ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോഴും കണക്കുകൾ നിരത്തി തന്നെ ഇക്കാര്യം ആവർത്തിച്ചു തന്നെ പറഞ്ഞു. സീറ്റ് ലഭിക്കാത്ത കുട്ടികളുടെ കണ്ണീർ എങ്ങനെ കാണാതെ പോകും സർക്കാർ പരിഹാരം കാണും വരെ റിപ്പോർട്ടർ അവർക്കൊപ്പമുണ്ട്. റിപ്പോർട്ടർ ലൈവത്തോൾ വിശദമായി പരിശോധിക്കുന്നു. സീറ്റ് എവിടെ? സർക്കാർ ഫുൾ A+ ഉണ്ട്, പക്ഷെ ഇതുവരെ ഒരു അലോട്ട്മെന്റ് പോലും സീറ്റ് കിട്ടിയില്ല. ഒരിടത്ത് പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. എനിക്ക് വേണ്ടി ഗവൺമെന്റ് ഒരു സീറ്റ് പോലും വെച്ചില്ലേ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. മലപ്പുറം ജില്ലയിലെ 30,000-ൽ പരം വിദ്യാർത്ഥികൾ ഇപ്പോൾ പുറത്താണ്. അവർക്ക് ഉൾക്കൊള്ളാവുന്ന ബാച്ചുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൃത്യമായി KSU പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ശിവൻകുട്ടിക്കുള്ള താക്കീതായി. സമരം ചെയ്യാൻ അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ, അത് ചെയ്തോട്ടെ. സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ, ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. +1 സീറ്റ് പ്രതിസന്ധിയിൽ SFIയുടേതടക്കം സമരരംഗത്തേക്ക് എത്തിയെങ്കിലും സീറ്റ് പ്രതിസന്ധി ഇല്ലെന്ന് ആവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. പക്ഷേ ഇന്നലെ കണ്ട മന്ത്രിക്കും ഇന്നത്തെ മന്ത്രിക്കും തന്നെ കണക്കുകൾ രണ്ടാണ് എന്നാണ് അവസ്ഥ. മലപ്പുറം ജില്ലയിലെ കണക്ക് കൂട്ടിയും കിഴിച്ചുമാണ് മന്ത്രിക്ക് കൂടുതൽ അക്കിടി പറ്റുന്നത്. കാണാം. മലപ്പുറം ജില്ലയിലെ ആകെ അപേക്ഷകരുടെ എണ്ണം 82,466 ആണെങ്കിലും മന്ത്രിക്ക് അത് 74,860 ആയിരുന്നു. ഇതര ജില്ലകളിൽ മേൽവിലാസമുള്ള 7,606 വിദ്യാർത്ഥികളെ വെട്ടിയായിരുന്നു മന്ത്രിയുടെ ഈ കണക്ക്. ഇത് വിവാദമായതോടെ സഭയിൽ വെച്ച കണക്കിൽ മന്ത്രി തിരുത്തി. +1 അപേക്ഷ നൽകിയത് 74,840. നമുക്ക് 74,840 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയ ഉത്തരവാദിത്വം ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ആകെ അപേക്ഷകർ സാർ 82,466. ബഷീറെ ഒന്ന് കുറുക്കി. 82,466. ഇതിൽ 7,606 പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ്. മന്ത്രി കണക്കിൽ തിരുത്തിയെങ്കിലും ഒരു അടവ് നയം സ്വീകരിച്ചു. ഈ 7,606 അപേക്ഷകരിൽ 4,352 പേർ മറ്റ് ജില്ലകളിൽ പ്രവേശനം നേടിയെന്നായിരുന്നു മന്ത്രിയുടെ കണക്ക്. പക്ഷേ ഇതുപോലെ മറ്റു ജില്ലകളിൽ നിന്ന് എത്ര പേർ മലപ്പുറത്ത് പ്രവേശനം നേടിയെന്നത് മന്ത്രി പറഞ്ഞില്ല. ആ സീറ്റുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസവും മന്ത്രിയുടെ കണക്കിൽ വന്നതുമില്ല. 4,352 പേർ മറ്റ് ജില്ലകളിലേക്ക് പോയി. തൃശ്ശൂരിൽ 543 പേർ പോയി. പാലക്കാട് 2,370 പേർ പോയി. കോഴിക്കോട് 1,383 പേർ പോയി. ഈ 3 ജില്ലകളിലും കൂടാതെ മലപ്പുറം ഒഴിച്ച് മറ്റ് ജില്ലകളിൽ 56 പേർ പോയി. സാർ, ജില്ലയിൽ ശേഷിക്കുന്ന അപേക്ഷ എന്ന് പറയുന്നത് 78,114. അലോട്ട്മെന്റിൽ ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ പട്ടികയിൽ നിന്ന് വെട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ മന്ത്രിയുടെ കണക്ക്. എന്നാൽ ഇന്നലെ മന്ത്രിസഭയിൽ അതും ഭാഗികമായി തിരുത്തി. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത 11,546 പേരിൽ 4,492 പേർ വിവിധയിടങ്ങളിൽ പ്രവേശനം നേടിയതായി മന്ത്രി വ്യക്തമാക്കി. പക്ഷെ അതിൽ ബാക്കിയുള്ള 7,054 വിദ്യാർത്ഥികളെ വീണ്ടും മന്ത്രി വെട്ടി. അവരുടെ എണ്ണം കുറച്ചാണ് വീണ്ടും മന്ത്രിയുടെ കണക്ക് കൂട്ടൽ. മാനവീയ കോട്ടയിൽ ആ കൂട്ടത്തിൽ നിന്ന് 2,866 പേർ ചേർന്നു. കമ്മ്യൂണിറ്റി കോട്ടയിൽ 954 പേർ ചേർന്നു. അൺഎയ്ഡഡ് മേഖലയിൽ 223 പേർ ചേർന്നു. സ്പോർട്സ് കോട്ടയിൽ 444-ഉം MRS സ്കൂളുകളിൽ 5-ഉം ഉൾപ്പെടെ ആകെ 4,492 പേർ പ്രവേശനം നേടി. അതിൽ ശേഷിക്കുന്നത് 7,054 പേരാണ്. അപ്പോൾ ശേഷിക്കുന്ന 71,060 അപേക്ഷകരിൽ ആകെ 53,762 പേർ +1 ഇതുവരെ പ്രവേശനം നേടിയിട്ടുണ്ട്. 82,466 അപേക്ഷകരിൽ
53,762 പേർ മലപ്പുറത്ത് +1 ഇതുവരെ പ്രവേശനം നേടിയെന്നാണ് മന്ത്രിയുടെ കണക്ക്. പക്ഷെ അതിൽ 2,311 പേർ VHSയിൽ പ്രത്യേക അപേക്ഷ നൽകി അവിടെ പ്രവേശനം നേടിയവരാണ്. അവരെയും മന്ത്രി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. മെറിറ്റിൽ അവസരം ലഭിക്കാത്തതിനാൽ അൺഎയ്ഡഡിൽ പ്രവേശനം നേടിയ 1,051 വിദ്യാർത്ഥികളെയും മന്ത്രി കണക്കിൽ കൂട്ടിയിട്ടുണ്ട്. അലോട്ട്മെന്റ് ലഭിച്ചാൽ മെറിറ്റിൽ തിരികെ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണിതും. ഇങ്ങനെ കണക്ക് കൂട്ടിയും കിഴിച്ചും ഒപ്പിച്ചു പറഞ്ഞിരുന്ന മന്ത്രി ശനിയാഴ്ച പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ അൺഎയ്ഡഡ് സീറ്റുകൾ മാറ്റി നിർത്തിയാൽ ആകെ കുറവുള്ളത് 2,954 സീറ്റുകൾ എന്നാണ്. എന്നാൽ ഇന്നലെ സഭയിൽ എത്തിയപ്പോൾ അത് 7,478 മന്ത്രി തന്നെ ഉയർത്തി. സീറ്റിൻ്റെ കുറവ് വരുന്നത് 7,478 സീറ്റിൻ്റെ കുറവാണ് സാർ അവിടെ വരുന്നത്. കണക്കുകളൊന്നും തൂക്കം ഒപ്പിച്ചു വരുന്നില്ല എങ്കിലും ദിവസം കഴിയും തോറും മന്ത്രിക്ക് കണക്കിൽ വ്യക്തത കൂടി വരുന്നു എന്നത് മാത്രമാണ് ഏക ആശ്വാസം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. കണക്ക് കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കിയിട്ട് ശരിയാവുന്നില്ലല്ലോ. 7,478 പേരുള്ളിടത്ത് 2,400 എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും പ്രിയപ്പെട്ട മന്ത്രി? അഷ്കർ അലി കരിമ്പയും അല്ലമീൻ തോട്ടുമുക്കും നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഒപ്പം വിദ്യാർത്ഥികളായ റയ സമീർ, മുഹമ്മദ് സിനാൻ, രക്ഷിതാവായ സമീർ, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ, MSF സംസ്ഥാന ട്രഷറർ അഷർ പെരുമുക്ക് എന്നിവരും നമുക്കൊപ്പം തത്സമയം ചേരും. അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവും നമുക്കൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷ. ആദ്യം അഷ്കർ അലിയിലേക്ക് നമുക്ക് പോകാം. അതിനുശേഷം നമുക്ക് അല്ലമീനിലേക്ക് വരാം. അതിനു മുമ്പ് അഷ്കർ, നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ വളരെ പ്രധാനപ്പെട്ട കണക്കുകളാണ്. ആ കണക്കുകളിലേക്ക് മന്ത്രി എത്തുന്നു എന്നതാണ് അഷ്കർ തന്നെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഏറെ ആശ്വാസകരമായ കാര്യം. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോഴും അവസാനം മന്ത്രിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു വരുന്നു. മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. എങ്കിലും മന്ത്രി കണക്കുകളിലേക്ക് എത്തുമ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. ഇതിനെ എങ്ങനെ പരിഹരിക്കുമെന്നതാണ് സർക്കാരിന് മുന്നിലുള്ള പ്രതിസന്ധി. സർക്കാർ എന്തുകൊണ്ടായിരിക്കും ഈ കണക്ക് വെച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചത്? അഷ്കർ അലി. അരുൺ, ഈ മുഖ്യമന്ത്രിക്ക്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പ്രധാനമായി കണക്കുകൾ നൽകുന്നതിൻ്റെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റാണ്. പക്ഷേ മന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന കണക്കും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്ന കണക്കും തന്നെ രണ്ട് തട്ടിലാകുന്ന കാഴ്ച നമ്മൾ ആദ്യം മുതലേ കണ്ടിരുന്നതാണ്. സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുമ്പോൾ പോലും 82,446 അപേക്ഷകർക്ക് 50,000-ൽ ചില്ലാനും വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശനം നൽകിയതെന്നും ബാക്കി 30,000-ഓളം വിദ്യാർത്ഥികൾ ശേഷിക്കുന്നുവെന്നും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തകിടം മറിയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം, അഥവാ ശനിയാഴ്ച ദിവസം രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും 2,954 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മെറിറ്റിൽ സീറ്റുകളുടെ കമ്മി എന്ന് പറഞ്ഞിരുന്ന മന്ത്രിയാണ് ഇന്നലെ അത് തിരുത്തിക്കൊണ്ട് 7,400-ലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ ആ എണ്ണം മന്ത്രി ഒന്നുകൂടി കണക്ക് കൂട്ടിയാണെങ്കിൽ ഇനിയും കൂടും എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക്, അഥവാ മൂന്നാം ഘട്ട അലോട്ട്മെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം നമ്മൾ പറഞ്ഞ കണക്ക് 10,990 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം എല്ലാ തരത്തിലുള്ള പ്രവേശനം നേടിയാൽ പോലും വിദ്യാർത്ഥികൾ ശേഷിക്കുന്നു എന്നതാണ്. പക്ഷേ അതിനുശേഷവും അൺഎയ്ഡഡ് അടക്കം അഡ്മിഷൻ എടുത്ത ആ വിദ്യാർത്ഥികളെ കൂടി കണക്കിൽ കൂട്ടിക്കൊണ്ട് ഇതിലിങ്ങനെ VHSയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ കണക്കിൽ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ കണക്കിൽ തുടർച്ചയായി കൃത്രിമം വരുത്താൻ തന്നെയാണ് ഇപ്പോഴും മന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സീറ്റ് എണ്ണം കുറവുണ്ട് എന്നുള്ളത് അല്പം കൂടി യാഥാർത്ഥ്യത്തിലേക്ക് മന്ത്രി വരുന്നു എന്ന് തന്നെയാണ് ഏകാശ്വാസം. നിലവിലെ ജില്ലയിൽ സാഹചര്യം അറിയുകയാണെങ്കിൽ മന്ത്രി പറഞ്ഞ കണക്കനുസരിച്ച് പോലും 82,446 ആളുകളിൽ അഥവാ VHSയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 53,000 ചില്ലാനും വിദ്യാർത്ഥികളാണ്. ഇവരെ പരിഗണിച്ചാൽ പോലും മൊത്തം 29,000-ഓളം വിദ്യാർത്ഥികൾക്ക് സീറ്റ് പ്രതിസന്ധി മലപ്പുറം ജില്ലയിലുണ്ട്. അതിൽ മെറിറ്റിൽ ശേഷിക്കുന്ന മന്ത്രിയുടെ കണക്ക് പ്രകാരമുള്ള 9,800 സീറ്റുകൾ പരിഗണിച്ചാൽ പോലും 18,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ പുറത്തു തന്നെ നിൽക്കുന്നു. അവരെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ ആശ്രയിച്ചാൽ പോലും 9,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ വീണ്ടും പുറത്തു നിൽക്കുന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ കണക്ക്. മന്ത്രി പറയുന്നത് പ്രകാരം 7,478 വിദ്യാർത്ഥികൾ പുറത്താണ്. അൺഎയ്ഡഡ് സ്കൂളിന്റെ കണക്കിൽ എടുക്കുകയാണെങ്കിൽ ആ സംഖ്യ വീണ്ടും 19,000-ലേക്ക് ഉയരും എന്നതാണ്. അല്ലമീൻ തോട്ടുമുക്കും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അല്ലമീൻ, ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ചർച്ചയെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ടർ ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സീറ്റ് പ്രതിസന്ധി ഉണ്ടാവും. ആ സമയത്തൊക്കെ അതൊക്കെ അവഗണിച്ചു സർക്കാർ. മാത്രമല്ല കണക്കുകൾ വെച്ച് പ്രതിരോധിക്കാൻ ശ്രമം
ശ്രമം നടത്തി. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്യാൻ പോകുമ്പോൾ ഒരു പ്ലാൻ ഓഫ് ആക്ഷനുമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക, അതോ ഈ കണക്ക് വെച്ച് പ്രതിരോധിക്കാനായിരിക്കും ശ്രമിക്കുക? ഇനി ഈ കണക്ക് നിൽക്കില്ലല്ലോ. ഏറ്റവും ഒടുവിൽ മന്ത്രി പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാ സ്ഥലങ്ങളിലും അഡ്മിഷൻ നേടിയാലും അൺഎയ്ഡഡ് സ്കൂളുകൾ അടക്കം പരിഗണിച്ചാലും 7478 വിദ്യാർത്ഥികൾ പുറത്താണ്. നമ്മുടെ കണക്ക് പ്രകാരം അത് 11,000-ഓളം വരും എന്നതാണ്. എന്താണ് സർക്കാരിന് മുന്നിലുള്ള പ്രശ്നപരിഹാര ഫോർമുല എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഇന്നലെ മന്ത്രിയുടെ ഓഫീസുമായി മന്ത്രിയുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചു. ഈ ചർച്ചയിൽ എന്ത് സമീപനമായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചത്. പക്ഷേ കൃത്യമായൊരു മറുപടി ലഭിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്ന്, ഈ കണക്കുകൾ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ സർക്കാർ ഒരു നീക്കം നടത്തും. പക്ഷേ ആ കണക്കുകൾ അവതരിപ്പിച്ചത് കൊണ്ട് മാത്രം പിന്നോട്ട് പോകാൻ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാകില്ല, പ്രതിഷേധ രംഗത്ത് നിന്ന് അവർ പിന്മാറുകയുമില്ല. പിന്നെ സർക്കാരിന് മുന്നിലുള്ള ഓപ്ഷൻസ് രണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഹയർ സെക്കൻഡറി അപ്ഗ്രേഡ് ചെയ്യാത്ത ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറികളായി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അവിടെ സീറ്റുകൾ അനുവദിച്ചുകൊണ്ട് പ്രതിസന്ധി പരിഹരിക്കുക. ഒന്ന്. മറ്റൊന്ന്, ഈ അധിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് പ്രതിസന്ധി പരിഹരിക്കുക. ഇതിൽ ഏത് ഓപ്ഷനായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്ന് മാത്രമല്ല, ഇന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി നടത്തുന്ന ചർച്ചയിൽ അത്തരമൊരു ഓപ്ഷൻ ആയിരിക്കും സർക്കാർ മുന്നോട്ട് വെക്കുക, അത്തരമൊരു ഫോർമുലയാണോ സർക്കാർ അവതരിപ്പിക്കുക എന്നുള്ളതും ഏറെ പ്രധാനമാണ്. നമുക്ക് മനസ്സിലാക്കുന്നത്, ഒരു പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളൊക്കെ തന്നെ, പ്രത്യേകിച്ച് SFI ഉൾപ്പെടെയുള്ളവർ സമരരംഗത്തേക്ക് വന്നു, ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ രംഗത്തേക്ക് വന്നു, ഭരണപക്ഷത്തു നിന്നുള്ള MLA-മാർ പോലും നിയമസഭയിൽ ഈ വിഷയം സജീവമായി ഉയർത്തുന്നു. അങ്ങനെ പ്രതിപക്ഷത്തിന് മാത്രമല്ല ഭരണപക്ഷത്തിനും മലബാറിലെ സീറ്റ് പ്രതിസന്ധിയും അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായും സർക്കാരിന് ഇനിയും ഈ കണക്കുകൾ പറഞ്ഞ് പ്രതിരോധിക്കുക പ്രായോഗികമല്ല. സ്വാഭാവികമായും പ്രായോഗികമായ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാക്കാനാകുന്നത്, ലഭിക്കുന്ന സൂചന, ഒരുപക്ഷേ ഇന്നത്തെ ചർച്ചയ്ക്ക് പിന്നാലെ മലബാർ മേഖലയിൽ താൽക്കാലികമായി അധിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാര ഫോർമുലയായിരിക്കും മന്ത്രി സർക്കാർ മുന്നോട്ട് വിദ്യാർത്ഥിനി സമീർ രക്ഷിതാവുണ്ട്, മുഹമ്മദ് സിനാൻ മറ്റൊരു വിദ്യാർത്ഥിയുണ്ട്, അലോഷ്യസ് സേവ്യർ KSU പ്രതിനിധിയുണ്ട്, PM ഷോയെ നമുക്ക് ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കാം. അഷർ പെരുമുഖ് MSFന്റെ ട്രഷററുണ്ട്, പ്രതിപക്ഷ നേതാവും അല്പസമയത്തുള്ളിൽ നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വരും. ഞാൻ വിദ്യാർത്ഥിനിയിലേക്കൊന്ന് പോകാം. റയ സമീറിനെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ഈ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ വിദ്യാർത്ഥിനിയാണ് റയ സമീർ. എന്തായി? മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ട് തീരുമാനമായോ? സീറ്റ് കിട്ടിയോ? എന്താണ് അവസ്ഥ? മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു നേരിട്ടുള്ള മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന്. ഇപ്പം 3 അലോട്ട്മെന്റ് കഴിഞ്ഞു. എത്ര A+ ഉണ്ടായിരുന്നു റയയ്ക്ക്? ഫുൾ A+ തന്നെയാണ്. എന്നിട്ടും എത്ര സ്കൂളുകൾ അപ്ലൈ ചെയ്തത്? ഞാൻ മറ്റൊരു നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വായിക്കാനിടയായി. റയ അടക്കമുള്ള വിദ്യാർത്ഥിനികൾ വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമേ ഓപ്ഷൻ വയ്ക്കുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത് സംഭവിക്കുക. നിങ്ങളുടെ പഠിച്ച സ്കൂളിൽ തന്നെ ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു, അതേ പഞ്ചായത്തിൽ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു നേതാവ് ഇന്നലെ റയ അടക്കം കത്തെഴുതിയതിനെ വിമർശിച്ചു കണ്ടു. സത്യം പറഞ്ഞാൽ ആ നേതാവിന് സത്യം അറിയില്ലല്ലോ. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് എൻ്റെ പഞ്ചായത്ത് തന്നെയാണ്, സെക്കൻഡ് ഓപ്ഷൻ പുത്തൂർ സ്കൂളിലാണ്, തേർഡ് ഞാൻ പഠിച്ച സ്കൂളിലും. ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത സ്കൂളുകളുടെ എണ്ണം 13 ഓ, അത് ശരി. 13 സ്കൂളുകളിൽ അപ്ലൈ ചെയ്തിട്ടും സ്വന്തം പഞ്ചായത്തിലടക്കം അപ്ലൈ ചെയ്തിട്ടും റേക്ക് ഇതുവരെയും സീറ്റ് കിട്ടിയിട്ടില്ല. ഇല്ല, കിട്ടിയിട്ടില്ല. റയെ പോലെ മറ്റു കുട്ടികളും ഉണ്ടോ ഇതേപോലെ ഫുൾ A+ കിട്ടിയിട്ടും 3ാം ഘട്ട അലോട്ട്മെന്റ് കിട്ടിയിട്ടും ഇതേപോലെ 10ഓളം സ്കൂളുകളിൽ അപേക്ഷിച്ചിട്ടും കിട്ടാത്തവർ? എൻ്റെ അറിവിലില്ല, പക്ഷേ അറിയാം. ഈ റേയുടെ കാര്യത്തിൽ പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഫുൾ A+ കിട്ടി, മിടുക്കിയായിട്ട് പഠിച്ചു, പഞ്ചായത്തിൽ കിട്ടി, അപ്പോൾ അതിൻ്റെ പ്രിഫറൻസ് ഉണ്ട്. പേര് R എന്നായത് പ്രശ്നമാണോ? R വന്നതുകൊണ്ട് കുറച്ച് മാർക്ക് ഈ പരിഗണിക്കുന്ന സമയത്ത് കുറയും, അങ്ങനെയുണ്ടോ? അറിയില്ല, എനിക്ക് തോന്നുന്നു ഏകജാല സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ്. ഓക്കെ, എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടിട്ടില്ല ഈ വിഷയത്തിൽ. നമുക്ക് നേരിട്ട് തന്നെ ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ വിഷയം അവതരിപ്പിക്കാവുന്നതാണ്. സമീറും ഉണ്ട്, രക്ഷിതാവ്. സാർ, ഈ മകൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, വളരെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അഡ്മിഷൻ കിട്ടാതെ പോയതെന്നാണ് കരുതുന്നത്? കാര്യം കൂടെയുള്ള കുട്ടികളിൽ പലർക്കും കിട്ടിയിട്ടുണ്ട്. റയയ്ക്ക് അഡ്മിഷൻ കിട്ടാതെ പോയി. 13 സ്കൂളുകളിൽ അപ്ലൈ ചെയ്തു. ആ നേതാവ് പറഞ്ഞത് അങ്ങനെയല്ല, റയ 3 സ്കൂളുകളിൽ കണ്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. തൊട്ടടുത്തുള്ള പഞ്ചായത്തിലാകുമ്പോൾ സ്വാഭാവികമായും പഞ്ചായത്തിൻ്റെ പ്രിഫറൻസ് നഷ്ടപ്പെടും എന്നതാണ്. സമീർ, ആദ്യമായി ഞാൻ ഈ അവസരത്തെ റിപ്പോർട്ടർ TV യുടെ
ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ശക്തമായ ഇടപെടലിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അരുൺകുമാർ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേർഡ്സിൽ ഒരു വേർഡ്സ് പറഞ്ഞു കണ്ടു, അതായത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അഡ്മിഷൻ കിട്ടുന്നത് വരെ റിപ്പോർട്ടർ TV കൂടെ ഉണ്ടാവുന്നു. അപ്പോൾ അതിന് രക്ഷിതാവെന്ന നിലയിൽ ഒരുപാട് രക്ഷിതാക്കൾക്ക് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ അഡ്മിഷൻ സംവിധാനം, ഈ ഏകജാലക അഡ്മിഷൻ സംവിധാനത്തിൽ പാകപ്പിഴവ് ഞാൻ ഒന്നാമത്തെ ചർച്ച മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അരുൺകുമാറിൻ്റെ ചോദ്യം എന്തുകൊണ്ട് മോൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന പഞ്ചായത്ത് തിരുവള്ളൂർ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഒരൊറ്റ സ്കൂളേ ഉള്ളൂ. അതേ സ്ഥാനത്ത് മോള് പഠിച്ച സ്കൂള് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളാണ്. അത് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ദൂരമുള്ള സ്കൂളാണ്. ആ സ്കൂള് വില്യാപ്പള്ളി പഞ്ചായത്തിലാണ്. വില്യാപ്പള്ളി പഞ്ചായത്തിൽ 2 സ്കൂളുണ്ട്. അപ്പോൾ വില്യാപ്പള്ളി പഞ്ചായത്തും പഞ്ചായത്തുമായിട്ട് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആൾക്കാർക്കും 120 സീറ്റിൻ്റെ പ്രിഫറൻസ് കിട്ടും. അതേ സ്ഥാനത്ത് റേമോൾക്ക് 60 സീറ്റിൻ്റെ കോമ്പറ്റീഷനിലേക്ക് വരേണ്ടി വരുന്നു. അപ്പോൾ ഈ ഗ്രേഡിംഗ് സംവിധാനം ഒരു ഭാഗത്തൊരു പ്രശ്നം, ഫുൾ A+ 90 മാർക്കുള്ള കുട്ടീനെയും 100 മാർക്കുള്ള കുട്ടീനെയും 99 മാർക്കുള്ള കുട്ടീനെയും ഒരേ പരിഗണനയിൽ എടുക്കുന്ന ഒരു പ്രശ്നം ഗ്രേഡ് മാർക്കിലൂടെയാണ് അഡ്മിഷൻ കിട്ടാതെ വരുന്നത് നമുക്ക്. രണ്ടാമത്തെ പ്രശ്നം, ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇവർക്കെല്ലാം ഒരേ കാറ്റഗറൈസേഷൻ കൊടുക്കുകയാണ്. അതായത് ഇത് നീതീകരിക്കാനാവുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും ഒരേ നമ്പർ ഓഫ് +2 സ്കൂൾ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഈ നീതീകരിക്കാൻ പറ്റും. കിട്ടാതാവുന്നതിൻ്റെ കാരണം ഇവരെക്കാളും 9A+ ഉള്ള കുട്ടിക്ക് വടകര മുനിസിപ്പാലിറ്റിയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫുൾ A+ ഉള്ള കുട്ടിക്ക് സീറ്റില്ലാതെ തിരുവള്ളൂർ പഞ്ചായത്തിലേക്കുണ്ട്. അപ്പം ഞാനിത് നേരത്തെ ഉള്ള ചർച്ചകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഈ ഏകജാലക സംവിധാനത്തിൻ്റെ ആൽഗോരിതം അതിന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. ആ മിസ്റ്റേക്ക് കാരണമാണ് നമ്മളെ കുട്ടികൾ ഇന്ന് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതായത് ഈ ചുരുങ്ങിയ പക്ഷം പഞ്ചായത്ത് എന്നുള്ളത് താലൂക്കായിട്ടോ അതല്ലെങ്കിൽ റവന്യൂ ജില്ലയിലേക്കോ മാറിയിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഇത്രയും ഉണ്ടാകുമായിരുന്നില്ല അല്ലേ? ഉണ്ടായില്ല, ഒരിക്കലും ഉണ്ടാവില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടിസ്ഥാനമായി ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള പിഴവ് പോലും വിദ്യാർത്ഥിയുടെ കണ്ണീരിലേക്ക് കലാശിക്കുന്നു എന്നുള്ളതാണ് സമീർ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സമീർ. ഞാൻ ഒന്ന് സമീറിലേക്ക് തിരിച്ചു വരാം. അതിന് മുഹമ്മദ് സിനാനിലേക്ക് കൂടി ഒന്ന് പോയി വരാം. മുഹമ്മദ് സിനാൻ, നേരത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മുഹമ്മദ് സിനാൻ പറഞ്ഞത് 9 A+ ഒരു A ഉണ്ട് എന്നാണ്. ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണ് മുഹമ്മദ് സിനാൻ? എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇപ്പോൾ? സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പ്രതീക്ഷയുണ്ട് ചെറുതായിട്ടൊക്കെ. പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കിട്ടില്ലാണ്ടെങ്കിൽ പിന്നെ പൈസ കൊടുത്ത് പഠിക്കേണ്ടി വരും. പക്ഷേ ഈ 9+ ഒരു A ഉള്ള ഞാൻ ഇപ്പോൾ പ്രൈവറ്റിൽ ചേരേണ്ട ആവശ്യമില്ലല്ലോ, ഗവൺമെൻറ്റിൽ തന്നെ കിട്ടാം. മാർക്ക് കുറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രൈവറ്റിൽ ചേരേണ്ട അവസ്ഥ വരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് 9A+ ഉള്ള ഞാനിപ്പോൾ പ്രൈവറ്റിൽ ചേരേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് ഗവൺമെൻറ്റിൽ തന്നെ സീറ്റ് കിട്ടാമല്ലോ. ഈ മുഹമ്മദ് സിനാന് ഏത് സ്കൂളൊക്കെയാണ് അപ്ലൈ ചെയ്തത്? എത്ര സ്കൂളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്? ഞാൻ ടോട്ടലി 7 സ്കൂളിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഓപ്ഷന് സയൻസ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, 7 സ്കൂളുകളിൽ അപ്ലൈ ചെയ്തിട്ടും മുഹമ്മദ് സിനാൻ ഇതുവരെ വന്നില്ല. റയാസ് സമീർ ആണെങ്കിൽ 13 സ്കൂളുകളിൽ അപ്ലൈ ചെയ്തു, എന്നിട്ടും റയാസ് സമീർ ഫുൾ A+ ഉണ്ടായിട്ടും വന്നിട്ടില്ല. അലോഷി സേവ്യർ, ഇന്നിപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസം എന്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്? അല്പസമയത്തിനുള്ളിൽ വിദ്യാഭ്യാസ മന്ത്രിയുമായി നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഒരുപക്ഷെ താൽക്കാലിക ബാച്ചിലേക്ക് നീങ്ങിയേക്കാം, അത്തരം ഒരു സൂചന നൽകുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി പറയുന്നത്. അലോഷി സേവ്യർ, അങ്ങനെയാണെങ്കിൽ ആ സമരം അവസാനിപ്പിക്കുമോ നിങ്ങൾ? ശ്രീ അരുൺകുമാർ, ഈ +1 സീറ്റിൻ്റെ വിഷയത്തിൻ്റെ അപര്യാപ്തതയുടെ വിഷയം വളരെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഉന്നയിച്ച് കേരളത്തിൻ്റെ തെരുവീഥികളിൽ സമരമുഖത്തുണ്ട്. ഒപ്പം KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയും മറ്റ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം എല്ലാ ഇടങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ സമരങ്ങളുമായിട്ട് ഈ സർക്കാരിൻ്റെ മുൻപിൽ ഈ വിദ്യാർത്ഥികളുടെ വിഷയം അടിയന്തരമായി പരിഹരിക്കണം, 3ാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് കിട്ടുന്ന തരത്തിലേക്ക് ഇതിൻ്റെ സംവിധാനത്തെ പരുവപ്പെടുത്തണമെന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമാണ്, ഉന്നയിക്കുന്ന കാര്യമാണ്. വളരെ എടുത്തു പറയേണ്ടത്, തുടക്കം മുതൽ റിപ്പോർട്ടർ വളരെ ഗൗരവകരമായി ഈ വിഷയത്തെ നോക്കിക്കാണുന്നു. ഇതിൽ വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വിദ്യാർത്ഥിപക്ഷ പോരാട്ടങ്ങളോടൊപ്പം നിൽക്കുന്നതിനോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഈ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണക്കുകളുടെ പൊരുത്തക്കേടാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കണക്കും അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പറയുന്ന കണക്കുകളും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കണക്കുകളിലെ കള്ളക്കളികൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കണക്കുകളിലെ
വ്യത്യാസം കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ഒരു കാര്യം, ഇതിൻ്റെ സമരപ്രഖ്യാപനം 2 ആഴ്ചക്കാലം മുമ്പ് കോഴിക്കോട്ട് ഏകദിന ഉപവാസം നടത്തി ഞങ്ങൾ സമരപ്രഖ്യാപനം നടത്തിയപ്പോൾ KSU ഇതിൽ പറഞ്ഞു, അതായത് +1 അർഹരായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടുന്നതുവരെ ഞങ്ങളുടെ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രി കണക്കുകൾ നിരത്തിക്കൊണ്ട് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ ശമിപ്പിക്കാനാണ് വിദ്യാർത്ഥികൾക്ക് മന്ത്രിയുടെ കണക്കിൽ തന്നെ നിലവിൽ അഡ്മിഷൻ കിട്ടാത്തതായിട്ടുണ്ട്. സീറ്റ് കുറവുണ്ട്, 7478. അതിന് താൽക്കാലിക ബാച്ച് അനുവദിക്കുക എന്ന നീക്കത്തിലേക്ക് സർക്കാർ കടന്നാൽ KSU അതിന് വഴങ്ങുമോ എന്നതാണ് എന്റെ ചോദ്യം. അല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമായിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. KSUവും MSFും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഞങ്ങൾ യുക്തമായിട്ടുള്ള തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്ന് സർക്കാർ ആദ്യം വ്യക്തമാക്കട്ടെ. അതിനുശേഷം ഞങ്ങൾ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് ഞങ്ങൾ വ്യക്തമാക്കാം എന്നത് തന്നെയാണ് ഞങ്ങൾ മൊത്തത്തിലെടുത്തിരിക്കുന്ന തീരുമാനം. ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥിനിയാണല്ലോ റേയ സമീർ. ഇന്നലെ ക്ലാസ് തുടങ്ങി, കൂട്ടുകാരികളൊക്കെ സ്കൂളിൽ പോയി. ഇന്നലെ എന്ത് ചെയ്തു റേയ? വിഷമമുണ്ടായിരുന്നോ? വിഷമമില്ലാതിരിക്കില്ലല്ലോ. ഇന്നലെ അത് ചിന്തിക്കാതിരിക്കാൻ മാക്സിമം ഇങ്ങനെ ഇരുന്നു, അത്ര തന്നെ. റേയ, മോളെ എന്ത് ആവാനാണ് മോളുടെ ഒരു ആഗ്രഹം? ഏത് വിഷയം എടുത്ത് പഠിക്കാനാണ്? സയൻസ് എടുത്ത് പഠിക്കാനാണോ ആഗ്രഹം, അതല്ല ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കാനാണോ? സയൻസ് എടുത്ത് പഠിക്കാൻ തന്നെയാണ് ആഗ്രഹം. അതിന് ശേഷമുള്ളത് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഈ കൂടെയുള്ള കൂട്ടുകാരികളൊക്കെ സ്കൂളിൽ പോയിട്ട് വിശേഷങ്ങളൊക്കെ പറയാൻ വിളിച്ചായിരുന്നോ വൈകുന്നേരം? വിശേഷം പറയാൻ വിളിച്ചില്ല, പക്ഷെ എൻ്റെ കാര്യം അന്വേഷിക്കാൻ അവരെപ്പോഴും വിളിക്കാറുണ്ട്. വിഷമിക്കേണ്ട റേയ. എനിക്കൊന്നും ഇത് ഈ പരിപാടി മിനിസ്റ്ററും അധികാരികളും ഒക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റേയ സമീറിനെ പോലെ ഫുൾ A+ കിട്ടിയ ഒരു വിദ്യാർത്ഥിനി 13 സ്കൂളുകളിൽ അപ്ലൈ ചെയ്തിട്ടും ലഭിക്കാതെ പോകുന്നത് അതിനകത്ത് ബേസിക് ആയിട്ടുള്ള അൽഗോരിതത്തിൻ്റെ എററാണ് എന്ന് സമീർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. നമുക്കിത് പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. അല്പസമയത്തുള്ളിൽ പ്രതിപക്ഷ നേതാവ് നമുക്കൊപ്പം ചേരും. എല്ലാവരും തുടരണം. നമുക്കൊപ്പം അഷർ പെരുമുക്കുണ്ട്, MSFിൻ്റെ ട്രഷറർ. ഈ സമരം KSUവിനോടൊപ്പം തന്നെ തുടക്കം മുതൽ തന്നെ MSFും ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അഷർ പെരുമുക്ക്, ഇപ്പോൾ സർക്കാർ നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. സർക്കാരിന് മുന്നിൽ നിങ്ങൾ എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നത്? സർക്കാർ ഒരുപക്ഷെ താൽക്കാലിക ബാച്ച് നൽകി ഈ വർഷത്തെ പ്രശ്നം പരിഹരിക്കും, അൽഗോരിതം അടക്കമുള്ള പ്രശ്നങ്ങൾ വരും വർഷങ്ങളിലും പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ നിങ്ങൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങുമോ? തീർച്ചയായും MSF നിരന്തരമായി സമരമുഖത്തുണ്ട്. പ്രതിപക്ഷ മറ്റു സംഘടനകൾ കൃത്യമായി സമരമുഖത്തുണ്ട്. സർക്കാർ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അരുൺകുമാർ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർ ടിവിയെ ഒന്നും കൂടി എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്. മലബാറിലെ മുഴുവൻ കണക്കുകൾ, ഓരോ കണക്കുകൾ പുറത്തു വരുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിടുന്ന കണക്കുകൾക്ക് അതല്ല ശരി, ഇതാണ് ശരി എന്ന് കൃത്യമായി പറയാൻ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾ തയ്യാറായി അഭിനന്ദിക്കുന്നു. മറ്റൊരു കാര്യം, നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി 2 ദിവസം മുമ്പ് ഒരു കണക്ക് പുറത്തുവിട്ടു, 7000 കുറവുള്ള ഒരു കണക്ക്. അന്ന് തന്നെ MSF പറഞ്ഞു അത് ശരിയല്ല, അതിൽ 7000 കുറവുണ്ടെന്ന്. അന്ന് ആ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, അവർ പറയുന്നത് സമീപ ജില്ലയിൽ നിന്നുള്ള അപേക്ഷയുടെ എണ്ണത്തിന്റെ കുറവാണ്, ആ എണ്ണമാണ് നമ്മൾ കുറച്ചതെന്ന് പറഞ്ഞു. അത് വളരെ വിഡ്ഢിത്തപരമാണ്. അതായത് മലപ്പുറം ജില്ലയിലെ അതിർത്തി പ്രദേശമായ പാലക്കാട്, അതുപോലെ തൃശ്ശൂർ, ഈ പൊന്നാനി പ്രദേശമായ MI ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ മറ്റു ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അതുപോലെ വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ, അത് ഒരു ബിൽഡിങ്ങിന്റെ ഭാഗം തൃശ്ശൂർ ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ് അതിന്റെ അഡ്രസ് ഉള്ളത്. അവിടെ സയൻസിന് നേരത്തെ റിയ പോലെയുള്ള കുട്ടികൾ അപേക്ഷ കൊടുത്ത് ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് വെയിറ്റേജ്, അതായത് സമീപമായ ജില്ലയിലെ വെയിറ്റേജ്, പഞ്ചായത്തിന്റെ വെയിറ്റേജ് ഏകജാലയത്തിൽ കൊടുക്കുന്നത് കിട്ടാതെ പോകുന്നു. അത് നേരത്തെ ഒരു രക്ഷിതാവ് പറഞ്ഞതിൽ അതിന്റെ അപാകതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ നിരന്തരമായി കള്ളം പറയുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിരന്തരമായി കള്ളം പറയുന്നു. എന്തിനാണ് പറയുന്നു? ITI പോളിടെക്നിക്കൽ കോഴ്സുകൾക്ക് പഠിക്കാമല്ലോ. എങ്ങനെയാണ് ITI ഒരു ഹയർ സെക്കൻഡറിക്ക് ഓപ്ഷൻ വരിക? ഹയർ സെക്കൻഡറി തുല്യമാണോ ITI? പോളിടെക്നിക് ഹയർ സെക്കൻഡറി തുല്യമാണോ? പല രീതിയിൽ അവർ പ്രതിരോധിച്ചു. ആദ്യം അവർ പറഞ്ഞു അൺഎയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം പറഞ്ഞു. രണ്ടാമത് അവർ മറ്റു ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ചവരുടെ എണ്ണം കുറച്ചു. മൂന്നാമത് അവർ പോളിടെക്നിക്ക് ITI സീറ്റുകൾ കൂട്ടി പറഞ്ഞു. എങ്ങനെ കൂട്ടിയും കിഴിച്ചും നോക്കിയിട്ടും 7478 എന്നതാണ് സർക്കാരിൻ്റെ കണക്ക്. ഞങ്ങളുടെ പ്രതിനിധി നൽകുന്ന കണക്ക് 10,000-ഓളം എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ എങ്ങനെ വന്നാലും 9,000-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടാവും. അത് അൺഎയ്ഡഡ് കൂടി നമ്മൾ കൂട്ടുകയാണെങ്കിൽ 19,000-ലധികം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന അവസ്ഥയുണ്ട്.
മെറിറ്റ് സീറ്റിൽ ആ 6000 ബാക്കിയുണ്ട് എന്ന കണക്കെടുത്താൽ പോലും. അതായത് ഈ കണക്കുകൾ തുടക്കം മുതൽ തന്നെ സർക്കാരിന് അറിയാമായിരുന്നു, പക്ഷേ ഒന്നുകിൽ മറച്ചു വെക്കുകയോ അതുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ സംഭവമൊക്കെ ഉണ്ടായിട്ടും ആ വിദ്യാർത്ഥികൾ പഠിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതൊരു കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ ചെയ്തൊരു വളരെ ഗൗരവമായ കാര്യമുണ്ട്. ഓപ്പൺ സ്കൂളുകളിലെ ഈ സപ്ലിമെന്റ് അലോട്ട്മെന്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഓപ്പൺ സ്കൂളുകളുടെ അപേക്ഷ ക്ഷണിക്കുന്നു. എന്നിട്ട് ഈ കുട്ടികളോട് പറയുന്നു, ഭയപ്പെടുത്തുന്നു, അറിയാതെ ഭയപ്പെടുത്തുന്നു കുട്ടികളെ, ഇനി സീറ്റില്ല, നിങ്ങൾ ഓപ്പൺ സ്കൂളിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ഓപ്പൺ സ്കൂളിലേക്ക് കഴിഞ്ഞ തവണ കുറെ കുട്ടികൾ പോകുന്നു, അഡ്മിഷൻ എടുക്കുന്നു. ഓപ്പൺ സ്കൂളിൽ ഡൊണേഷൻ മേടിക്കുന്നുണ്ട്, ഡൊണേഷൻ ഇല്ലാത്ത ഓപ്പൺ സ്കൂളുകളുണ്ട്. അങ്ങനെ അവർ അമിതമായ ഫീസ് നൽകി തുടർപഠനത്തിനായി പോകുന്നു. പിന്നീട് ബാച്ചുകൾ അനുവദിച്ചു, എയ്ഡഡിൽ സീറ്റുകൾ ഉണ്ട് എന്ന് പിന്നീട് എല്ലാം കഴിഞ്ഞതിന് ശേഷം, കുട്ടികൾ പഠനം തുടങ്ങിയതിന് ശേഷം പിന്നെ എങ്ങനെയാണ് സർക്കാർ പറയുക ഇവിടെ സീറ്റ് ഒഴിയുന്നുണ്ട്? സപ്ലിമെന്ററി ഇപ്പൊ ചെയ്യാൻ പോകുന്നതും അത് തന്നെ. ഓപ്പൺ സ്കൂളിന്റെ അപേക്ഷ ഇന്നോ നാളെ ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ MSFന്റെ പ്രതിനിധി പറയുന്നത് പോലെ സർക്കാർ ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് ഇനി ഓപ്പൺ സ്കൂളിന്റെ അപേക്ഷ ക്ഷണിക്കാൻ വിളിക്കുന്നു. അപ്പോൾ ആശങ്കയിൽപ്പെട്ട് നിൽക്കുന്ന ഈവൻ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥിനി പോലും ഈ സ്കൂളുകളിൽ അപേക്ഷിക്കാൻ നിർബന്ധിതരാകും, അൺഎയ്ഡഡ് സ്കൂളുകളിൽ അപേക്ഷിക്കാൻ നിർബന്ധിതരാകും. അപ്പോൾ സർക്കാരിന്റെ കണക്കിൽ പ്രശ്നം പരിഹരിച്ചു, പക്ഷേ പ്രശ്നം അപ്പോഴും തുടരുകയാണ്, അല്ലേ ലൂഷ്യസ് സേവ്യർ? അല്ല, തീർച്ചയായിട്ടും ഇത് കണക്കുകൾ കൊണ്ട്, അതാണ് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞ കണക്കുകൾ കൊണ്ട് ഈ വിഷയത്തെ പ്രതിരോധിക്കാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ ഈ സമരം യാതൊരു രീതിയിലും ഞങ്ങൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതിൽ +1 അപേക്ഷിച്ച അല്ലെങ്കിൽ +1 ആഗ്രഹിച്ച സ്കൂളുകളിൽ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് എത്തുന്ന ഒരു ഘട്ടം വരെ, അത് പൂർണ്ണമായി ഈ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതുവരെ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകും. അതല്ലാതെ കേവലം കണക്കുകൾ കൊണ്ട്, ഇതിൻ്റെ തുടക്കഘട്ടം മുതൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുണ്ട്. മാധ്യമങ്ങൾ, റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്ന കണക്കും അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പറയുന്ന കണക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കണക്കും ഇതെല്ലാം തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ സർക്കാരിന് ഒന്നില്ല എങ്കിൽ ഇവർ കണക്കുകൾ അറിഞ്ഞിട്ട് അത് അറിയില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ല, ഒരു ശ്രമം ഉണ്ടാക്കാൻ ഒരു ഇത് കാണിക്കുന്നു. അപ്പോൾ ഞങ്ങളിതിൽ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നു, കണക്കുകൾ നിരത്തിക്കൊണ്ട് ഈ വിഷയത്തെ പ്രതിരോധിക്കാനാണ് മന്ത്രി തയ്യാറാകുന്നതെങ്കിൽ സമരം യാതൊരു വിധേനയും അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ചുരുക്കിയ പക്ഷം താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ച് ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുക, റയെ പോലുള്ള മിടുക്കികൾക്ക് തൊട്ടടുത്ത് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, അതല്ലേ ആവശ്യം KSUവിന്? അല്ല, അടിയന്തരമായിട്ട് ഇപ്പോൾ ഈ വർഷം ഇന്നലത്തോടുകൂടി +1 ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു. അപ്പോഴും കുറേയേറെ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നു. അടിയന്തരമായിട്ട് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുക ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമതായി ഈ വിഷയം അടുത്ത അക്കാദമിക് ഇയറിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ശാശ്വതമായിട്ടുള്ള മുഹമ്മദ് സിനാനെ പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി ഒരു ദിവസം പോലും ക്ലാസ് നഷ്ടപ്പെടരുത്. റയ, നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്ന ദിവസം പോലും ക്ലാസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ റയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനാണ് ആഗ്രഹം, അതിനുവേണ്ടിയാണ് അപ്ലൈ ചെയ്തത്. നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല. ഇപ്പോൾ എത്ര ദൂരം വരെ റയ പോയി പഠിക്കാൻ തയ്യാറാണ് റയ സമീർ? ഒരു 10 കിലോമീറ്ററിലപ്പുറം ഞാൻ എവിടെ പോവാനാ? 10-12 കിലോമീറ്ററിൽ കൂടുതൽ എവിടെയും കിട്ടിയാൽ ഞാൻ പോകാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് ചേരേണ്ടി വരും. അതാണോ റയ സമീർ ഇപ്പോൾ ആലോചിക്കുന്നത്? അൺഎയ്ഡഡ് സ്കൂളിൽ സീറ്റുകളില്ല. അൺഎയ്ഡഡിലും സീറ്റില്ലേ? അങ്ങനെയല്ല, സീറ്റുണ്ട്, പക്ഷെ ഞങ്ങൾ സീറ്റിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല അവിടെ. സമീർ, ഇനി ഇപ്പോൾ മോളുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ എന്താണ് തീരുമാനം വരുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ സർക്കാരിനോട് പറയുന്നത് താൽക്കാലികമായിട്ട് ബാച്ച് അനുവദിക്കുക എന്നതാണ്. ഇപ്പോൾ മോളെപ്പോലെ മിടുക്കിയായ ഒരു കുട്ടിയെ ഇങ്ങനെ സ്കൂളുകൾ ക്ലാസ് തുടങ്ങിയിട്ടും മോളുടേതല്ലാത്ത കുറ്റം കൊണ്ട് ക്ലാസ് മുറിക്ക് പുറത്ത് നിർത്തേണ്ടി വരുന്നു എന്നുള്ളത് ഈ സർക്കാരിന് എത്ര വിശദീകരിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും താൽക്കാലികമായൊരു ബാച്ച് അനുവദിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാൽ സമീർ, ആ പ്രശ്നപരിഹാരം നിങ്ങൾ സ്വീകരിക്കുമോ? അതായത് മോൾ പഠിക്കുന്ന പഞ്ചായത്തിലോ 10 കിലോമീറ്ററിനുള്ളിലോ ഏതെങ്കിലും സ്കൂളുകളിൽ താൽക്കാലികമായിട്ട് ബാച്ച് അനുവദിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാൽ താൽക്കാലികമായി ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ സമീർ? താൽക്കാലികമായിട്ട് നമ്മൾക്ക് അത് സ്വീകരിച്ചല്ലേ മതിയാവുള്ളൂ. പക്ഷേ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നിലവിലുള്ള അഡ്മിഷൻ സംവിധാനത്തിൻ്റെ പിഴവുകൾ തിരുത്താൻ ഗവൺമെൻറ് തയ്യാറാവണം. തെറ്റുകൾ ഗവൺമെൻറ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ചെയ്ത തെറ്റെന്താണ്? 10,000 കണക്കിന് വിദ്യാർത്ഥികളെ പുറത്തിരുത്തിക്കൊണ്ട് ആ വിദ്യാർത്ഥികളെ മൊത്തം ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഇന്നലെ ഒരു പ്രവേശനോത്സവം നടത്തുക.
എന്ത് വിദ്യാഭ്യാസ ചിന്താഗതിയാണ് ഈ വരുന്ന കുട്ടികൾക്ക്, ഈ പുറത്തിരിക്കുന്ന ഈ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിനോട് തോന്നുന്ന ബഹുമാനം എത്രത്തോളം ഉണ്ടാവും? അവരെ ഇൻസൾട്ട് ചെയ്ത് തുടങ്ങുന്ന ഈ സമീർ ഒരു പിതാവെന്ന നിലയിൽ സങ്കടം പറയുമ്പോൾ എങ്ങനെയാണ് സമീർ മോളെ ആശ്വസിപ്പിക്കുന്നത്? കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ടാവും. ഇപ്പം റയെ പോലും ഇടുക്കികളായിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് 9A+ കിട്ടിയ സിനാൻ നമ്മൾക്കൊപ്പം ഇരിക്കുന്നു. അപ്പോൾ ഈ രക്ഷിതാക്കളോട് വന്ന് പറയുമ്പോൾ നിങ്ങൾ നിസ്സഹായരായി പോകുമ്പോൾ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത് സമീർ? അതെ, അത് ആശ്വസിപ്പിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ആ പരിധികളൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ നിസ്സഹായതയുടെ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ നമ്മൾക്ക് മുന്നിൽ റേ ഇന്നലെ ഒരു ചാനലിനോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടു. അതായത് അവരുടെക്ക് സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തൊട്ട് മുമ്പേ അരുൺകുമാർ പറഞ്ഞതുപോലെ സീറ്റ് ഉണ്ടോ ഇല്ലയോ, കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ, അത് വൈകാതെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഓപ്ഷനുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റും. അതിനുള്ള വൈകിക്കഴിഞ്ഞാൽ സീറ്റിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതും അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ വൈകിയാൽ അത് അവരുടെ ഈ വർഷത്തെ കരിയറിനെ ബാധിക്കുന്ന രൂപത്തിലേക്ക് മാറും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഇടപെടൽ ഈ കുട്ടികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ആഫ്റ്റർ 10-14 ദിവസമാണ്. അത്രയും ദിവസം എന്തിനാണ് ലാഗ് ചെയ്ത് കൊണ്ടുപോകാതെ ഇതിനെ പെട്ടെന്ന് പരിഹാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൂടെ? അങ്ങനെ ഉണ്ടാക്കിയാൽ ഈ മക്കൾക്ക് ഈ ഇത്രയും പോകുന്ന ദിവസങ്ങളിൽ വീട്ടിലിരിക്കുന്നുണ്ടാവില്ലല്ലോ. റയ സമീർ, നമുക്കൊപ്പം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തത്സമയം ചേരുന്നുണ്ട്. റയ സമീറിന് പ്രതിപക്ഷ നേതാവുമായിട്ട് സംസാരിക്കാം. മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയല്ലോ റയ സമീർ. മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയതുപോലെ പ്രതിപക്ഷ നേതാവിനോട് റയ സമീറിന് സംസാരിക്കാം. ശ്രീ VD സതീശൻ, വെരി ഗുഡ് മോർണിംഗ്. ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥിനി റയ സമീറും 9A+ കിട്ടിയ വിദ്യാർത്ഥി മുഹമ്മദ് സിനാനും അടക്കം നമ്മളുടെ ഒപ്പമുണ്ട്. പ്രിയപ്പെട്ട ശ്രീ VD സതീശൻ, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയ്ക്കലിൽ ഈ അഡ്മിഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞങ്ങളൊരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച ഏറ്റവും ഒടുവിൽ അലങ്കോലപ്പെടുത്താനാണ് അവിടെ വന്ന അന്നത്തെ ഭരണകക്ഷിയിൽപ്പെട്ട ചില ആളുകൾ ശ്രമിച്ചത്. അത് തത്സമയം തന്നെ സംപ്രേഷണം ചെയ്തു. അന്ന് നമ്മളത് വലിയ രീതിയിൽ തന്നെ വാർത്തയെ നൽകുകയും ചെയ്തു. കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് ആ ദിവസം മുതൽ നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ നിയമസഭയിൽ ഒരു ശനിയാഴ്ച പറഞ്ഞ കണക്കല്ല തിങ്കളാഴ്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയേണ്ടി വന്നത്. റയ സമീർ അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തെഴുതി. ഒരു ഇടപെടലും ഉണ്ടാവുന്നില്ല. റയ സമീറിന് താങ്കളോട് എന്തോ പറയാനുണ്ട്. നമുക്കത് കേട്ടിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. റയ, പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞോളൂ, എന്താണ് അവസ്ഥയെന്ന്. ഗുഡ് മോർണിംഗ് സർ. അങ്ങയെ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ ഈ വിഷയം അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഞാൻ ഫുൾ A+ ഉള്ളൊരു വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ 3 അലോട്ട്മെൻറ്റിലും എവിടെയും സീറ്റ് കിട്ടാതെ വീട്ടിലിരിക്കുകയാണ്. എനിക്ക് വേണ്ടി സംസാരിക്കാനുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരാരും തന്നെ എനിക്കൊരു നേരിട്ടുള്ള മറുപടി തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, എൻ്റെ കാര്യത്തിലായാലും എന്നെപ്പോലെയുള്ളവരുടെ കാര്യത്തിലായാലും എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കി തരാനാണ്. അത് അങ്ങയോടല്ലാതെ മറ്റാരോടും പ്രസക്തമായി ചോദിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ്. ശ്രീ VD സതീശൻ, റേക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, ഈ റിപ്പോർട്ടർ TV ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അഡ്മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് വന്നു. ഈ അഡ്മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ കാര്യം മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശ്രദ്ധയിൽ പ്രതിപക്ഷം പെടുത്തിയിരുന്നു. കാരണം കഴിഞ്ഞ തുടർച്ചയായി 1-2 വർഷങ്ങൾ 2-3 വർഷങ്ങളായിട്ട് ഈ അഡ്മിഷനിൽ ജയിച്ചു വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നം മലബാറിലെ 6 ജില്ലകളിലുണ്ട്. അത് പരിഹരിക്കണം, അതിന് ശാശ്വതമായ പരിഹാരം വേണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും ഇപ്പോൾ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ റേയ പറഞ്ഞത്. ഫുൾ A+ കിട്ടിയിട്ടും 3 അലോട്ട്മെൻറ്റിൽ സീറ്റില്ല. ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നിരുന്നു, അതിന് മുമ്പിലത്തെ വർഷം കൊണ്ടുവന്നിരുന്നു, ഈ വർഷം വളരെ ഗൗരവത്തോടുകൂടി കൊണ്ടുവന്നിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള മലബാറിലെ എല്ലാ ജില്ലകളിലും സീറ്റുകൾ ബാക്കിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സീറ്റുകൾ ബാക്കിയാണ്, കഴിഞ്ഞ വർഷവും സീറ്റുകൾ ബാക്കിയുണ്ടായി എന്ന് പറഞ്ഞു. ഇതൊരു തെറ്റായ കണക്കാണ്. കാരണം ഇത് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലല്ല ഇതിൻ്റെ യൂണിറ്റ് എടുക്കേണ്ടത്, താലൂക്ക് അടിസ്ഥാനത്തിലാണ് യൂണിറ്റ് എടുക്കേണ്ടത്. ഞാനൊരു ചോദ്യം നിയമസഭയിൽ ചോദിച്ചു.
പൊന്നാനി താലൂക്കിലുള്ള ഒരു കുട്ടിക്ക് നിലമ്പൂരിൽ, ഏറനാട് താലൂക്കിലുള്ള നിലമ്പൂരിൽ അഡ്മിഷൻ കിട്ടിയ ആ കുട്ടിക്ക് അവിടെ പോയി പഠിക്കാൻ പറ്റുമോ? ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് അവിടെ പോയി പഠിക്കാൻ പറ്റുമോ? അതിൻ്റെ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയെ ഇത്രയും ദൂരെ, ഇത്രയും കിലോമീറ്ററുകൾക്ക് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകുമോ? അപ്പോൾ പലരും അലോട്ട്മെൻറ്റിൽ എടുക്കാത്തത് അവർക്ക് അടുത്തെങ്ങും പോയി വരാൻ പറ്റാത്ത തരത്തിലുള്ള ദൂരെയുള്ള സ്കൂളുകളിലാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വിദ്യാഭ്യാസ അവകാശമല്ലേ, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? മാത്രമല്ല ഗവൺമെൻറ് ഇത് ഒരു വശത്ത് പറയുക, സീറ്റ് ബാക്കിയാണെന്ന് പറഞ്ഞിട്ട് 30% മാർജിനൽ ഇൻക്രീസാണ് വരുത്തിയിരിക്കുന്നത്. 30% മാർജിനൽ ഇൻക്രീസ് സീറ്റിൽ താൽക്കാലികമായി വരുത്തുമ്പോൾ പിന്നെ സീറ്റില്ല എന്ന് ഒരു വശത്ത് പറയുന്നതിന് അർത്ഥമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ 1:40 അധ്യാപകൻ്റെയും വിദ്യാർത്ഥികളുടെയും അനുപാതം. അതായത് ഒരു ക്ലാസ്സിൽ 40 കുട്ടികളാണ് വേണ്ടത്, ഇപ്പോൾ 50 ഉണ്ട്. അതിൻ്റെ മീതെയാണ് ഈ 30% കൂടി വരുന്നത്. പല ക്ലാസ്സുകളിലും 65 തൊട്ട് 75 വരെ വരെയാണ്. അധ്യാപകൻ മൈക്ക് വെച്ചുകൊണ്ട് ക്ലാസ് പഠിപ്പിക്കേണ്ട സ്ഥിതിയാണ്. അത് ഈ ഹയർ സെക്കൻഡറിയുടെ നിലവാര തകർച്ചയ്ക്കും വലിയ കാരണമായി മാറിയിട്ടുണ്ട്. സർക്കാർ ഈ ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന, ചില സംഘടനാ നേതാക്കൾ എഴുതി കൊടുക്കുന്ന ഈ കണക്ക് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ കണക്കിന് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് റേയ അഡ്മിഷൻ കിട്ടാതെ പുറത്ത് നിൽക്കുന്നത്. എനിക്ക് മോളോട് പറയാനുള്ളത്, മോൾക്കും മോളെ പോലെയുള്ള മറ്റു കുട്ടികൾക്കും ഉറപ്പായി അഡ്മിഷൻ, അർഹതയുള്ള ആളുകൾക്ക് മുഴുവൻ അഡ്മിഷൻ നേടിത്തരുന്നതുവരെ പ്രതിപക്ഷം അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റും. ഞങ്ങൾ നിരന്തരമായി, ഞാനും പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും നിരന്തരമായി വിദ്യാഭ്യാസ മന്ത്രിയുമായി ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. നമ്മൾ സമരമൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്ത്. പക്ഷേ ഇത് രാഷ്ട്രീയമായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു ആയുധമായിട്ടല്ല ഞങ്ങളിതിനെ കാണുന്നത്. അതിനേക്കാൾ പ്രധാനമായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ സങ്കടം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച് പാസ്സായി വന്നിട്ട് അതിൻ്റെ രക്ഷകർത്താക്കളുടെയും ടെൻഷൻ. റയാസമീറിന്റെ രക്ഷിതാവ് അച്ഛൻ കൂടി നമുക്കൊപ്പമുണ്ട്. അച്ഛൻ പറഞ്ഞ വാചകം, ഞാൻ തന്നെ നിസ്സഹായനായി പോവുകയാണ്. പരീക്ഷയുടെ ഓരോ ഘട്ടത്തിലും മോളെ നീ A+ വാങ്ങിച്ച് പഠിച്ചാൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ട് ആ അച്ഛൻ ആ വാക്കുപാലിക്കാൻ പറ്റുന്നില്ല. അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോലും ആ കുട്ടിയെ പഠിപ്പിക്കേണ്ട അവസ്ഥയുണ്ടാവുന്നു. ഫുൾ A+ വാങ്ങി മിടുക്കുകയാണ്. ഇന്നലെ ക്ലാസ് തുടങ്ങി, ക്ലാസ്സിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ക്ലാസ് ഉണ്ട്, ഇരിക്കാൻ കഴിയില്ല. അടുത്ത ആഴ്ച ഇരിക്കാൻ പറ്റുമോ എന്നറിയില്ല. അൽഗോരിതത്തിൻ്റെ പ്രശ്നമുണ്ട് അടിസ്ഥാനമായി, അത് സർക്കാർ പരിഹരിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഈ താൽക്കാലിക ബാച്ച് നേരത്തെ അനുവദിക്കാമായിരുന്നു, അത് ചെയ്തില്ല. ഈ നഷ്ടപ്പെട്ട ക്ലാസ്സിന് എങ്ങനെയാണ് റയാ സമീർ പരിഹാരം കണ്ടെത്തുക എന്നതും പ്രസക്തമല്ലേ? ഇത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ അങ്ങനെ പെടുത്തുമല്ലോ അല്ലേ? തീർച്ചയായും പെടുത്തും. ഞങ്ങൾ എല്ലാ ദിവസവും വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും ഞങ്ങൾ സംസാരിച്ചു, ഇന്ന് നിയമസഭയിൽ വെച്ച് സംസാരിക്കും. അടിയന്തരമായ പരിഹാരം ഇതിനകത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന മുഴുവൻ സമ്മർദ്ദങ്ങളും ചെലുത്തും. ഞാൻ റേയോട് ധൈര്യമായിട്ട് പറയുകയാണ്, മോളും മോളുടെ രക്ഷകർത്താക്കളും പരിഭ്രാന്തരാകാതെ വിഷമിക്കാതെ ഇരിക്കണം. നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റും. ധൈര്യമായിട്ടിരിക്കുക. രക്ഷകർത്താക്കളുടെ സങ്കടവും വിഷമവും നമുക്ക് മനസ്സിലാവും. എത്രയോ രക്ഷകർത്താക്കളും എത്രയോ കുഞ്ഞുങ്ങളുമാണ് നമ്മളെ വിളിക്കുന്നത്. രാത്രി വരെ ഫോൺ കോൾ, വളരെ വൈകി വരെ ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രയാസപ്പെട്ട് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് കരുതിയാണ് നമ്മളെ വിളിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ VD സതീശൻ. എനിക്കറിയാം സഭ തുടങ്ങേണ്ട സമയമായി. റേയുടെ കാര്യം അടക്കം അങ്ങേക്ക് സഭയിൽ ഉന്നയിക്കാനുണ്ട്. താങ്ക് യു ശ്രീ VD സതീശൻ. നമുക്ക് വിശദമായി മറ്റൊരു സമയത്ത് സംസാരിക്കാം. ഈ വിഷയം ഞങ്ങൾ ഏറ്റെടുത്തതുകൊണ്ടാണ് അങ്ങേ ഞങ്ങൾ ഈ ഘട്ടത്തിൽ വിളിച്ചത്. എന്തായാലും റേക്ക് കൊടുത്ത ആ ഉറപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് റേ അടക്കമുള്ള മറ്റു വിദ്യാർത്ഥികൾക്കും ഈ ഘട്ടത്തിൽ ആത്മവിശ്വാസം പകരുന്നതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഉറപ്പ് കൂടി വന്നിരിക്കുന്നു. സഭയിൽ പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിക്കും. റേ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിനോടൊപ്പം ഇത് ആവർത്തിച്ചുകൊണ്ട് പ്രതിപക്ഷമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവും ഒപ്പം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും നമ്മളോട് പറയുക കൂടി ചെയ്യുന്നു. മുഹമ്മദ് സിനാൻ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഹമ്മദ് സിനാനു കൂടി വേണ്ടിയാണ്. മുഹമ്മദ് സിനാൻ, വിശ്വാസമുണ്ടോ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് അടുത്ത സമയത്ത് തന്നെ? പ്രതീക്ഷയുണ്ട് സാറ്. നിയമസഭയിലൊക്കെ സംസാരിച്ച് അതിന് വല്ല നടപടികളൊക്കെ എടുക്കുന്ന ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഓക്കെ, അലോഷ്യസ് സേവർ, എന്തായാലും പ്രതിപക്ഷ നേതാവ് സഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന MSFും KSUവും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്ന ഈ പ്രതിഷേധം ഫലം കാണാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. അലോഷ്യസ്, അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. തൽക്കാലം നമ്മുടെ മുന്നിൽ ഒരു താൽക്കാലിക ബാച്ചിൻ്റെ ഒരു സജഷൻ സർക്കാർ മുന്നോട്ട് വെച്ചാൽ KSU അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യില്ലേ?
അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും അടിയന്തരമായിട്ട് ഈ വിഷയം ഇവിടെ ക്ലാസ്സിൽ കയറാൻ സാധിക്കാതെ തെരുവിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടിയന്തരമായിട്ട് ഒരു ക്ലാസ് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കുക, ഒന്നാമതായി ഞങ്ങളുടെ ആവശ്യം. രണ്ടാമതായാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ട് അൽഗോരിതം ഉൾപ്പെടെ ഇപ്പം ഏകജാലക സംവിധാനത്തിൽ അൽഗോരിത ഇഷ്യൂസ് ഉൾപ്പെടെയുള്ള പരിഹരിക്കപ്പെട്ട് അടുത്ത അക്കാദമിക് ഇയറിൽ ഈ വിഷയം യാതൊരു രീതിയിലും ഉണ്ടാവാത്ത തരത്തിൽ ഇതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൂടി സർക്കാർ കണ്ടെത്തുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഓക്കെ, താങ്ക് യു. നമുക്കിപ്പം അഷ്കർ കൂടി ചേരുന്നുണ്ട്. അഷ്കർ, നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൊടുത്തൊരു ഉറപ്പുണ്ട്, അത് രാഷ്ട്രീയമായി ഗൗരവത്തോടു കൂടി പ്രതിപക്ഷം കാണുന്നു. ഇന്ന് സർക്കാരിനും ഈ കാര്യത്തിന്റെ ചൂട് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് കേസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. MSF ശക്തമായ പ്രതിഷേധത്തിനുണ്ട്. SFI ഇന്നലെ സമരത്തിന് ഇറങ്ങിയിരുന്നു. നമ്മൾ അല്പസമയം മുമ്പ് SFIയുടെ പ്രതിനിധികളെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവരാരും തന്നെ ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ വിഷയത്തിന്റെ ഗൗരവം ചോർന്നു പോകാതെ സഭയിൽ അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുക കൂടി ചെയ്യുന്നു. ഇന്നത്തോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യതയുണ്ടോ അഷ്കർ? നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? സർക്കാരിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല. കാരണം വിദ്യാർത്ഥികൾ തന്നെ ഒരു വിഭാഗം ശക്തമായി പ്രതിഷേധിച്ചു തുടങ്ങി. MLA-മാരടക്കം ഈ വിഷയത്തിന്റെ ഗൗരവം റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങുന്ന അവസ്ഥയുണ്ടാവുന്നു. താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ച് തൽക്കാലം പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കില്ലേ? എന്താണ് അഷ്കറിന് തോന്നുന്നത്? അഷ്കർ, അരുൺ, സർക്കാരിന് മുമ്പിലുള്ളത് 2 ഓപ്ഷനുകളാണ് പ്രധാനമായും സർക്കാരിന് മുമ്പിലുള്ളത്, ഇല്ലെങ്കിൽ 3 ഓപ്ഷനുകളൊന്ന് പറയേണ്ടി വരും. ഒന്ന്, നിലവിൽ ഒഴിഞ്ഞു കിടക്കുന്ന മറ്റ് ഭാഗങ്ങളിലുള്ള ബാച്ചുകളെ ഇത്തരത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നിലവിൽ ഹൈസ്കൂളുകളായി നിലവിലുള്ള മലപ്പുറത്ത് 20ഓളം വരുന്ന സ്കൂളുകൾ, ആ സ്കൂളുകളെ ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേതെന്ന് പറയുന്നത് അധിക ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ള. ഈ 3 ഓപ്ഷനുകളാണ് നിലവിൽ സർക്കാരിന് മുമ്പിലുള്ളത്. അതിൽ തന്നെ സർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വൈകി വേളയിൽ ചില വെല്ലുവിളികൾ ഉണ്ട് എന്നുള്ളതാണ്. ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ഒരു വെല്ലുവിളി കൂടി സർക്കാർ മുമ്പിലുണ്ട്. രണ്ടാമത്തേത്, ഇത്തരത്തിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളിൽ നിന്നും ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഉയരുന്ന രാഷ്ട്രീയമായിട്ടുള്ള മുറുമുറുപ്പുകളെ അതിനെയും സർക്കാർ പ്രതിരോധിക്കേണ്ടി വരും. ഇത്തരം വെല്ലുവിളികൾ ഈ ഘട്ടത്തിൽ സർക്കാർ മുമ്പിലുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രശ്നങ്ങൾ സർക്കാർ അഭിമുഖീകരിച്ചിരുന്നുവെങ്കിൽ, ഇല്ലെങ്കിൽ അതിന് പരിഹാരം സർക്കാർ കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരെ അല്ലെങ്കിൽ 3ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഈ വിഷയം ഇത്ര തരത്തിൽ സമരാഗ്യമായി മാറുന്ന തരത്തിലേക്ക് നേരത്തെ സമീർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിൽ അൽഗോരിതത്തിലെ വിഷയം, ഒപ്പം തന്നെ വിദ്യാർത്ഥിനികൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണമായിരുന്നു. പഞ്ചായത്തിനും അപ്പുറത്തേക്ക് താലൂക്കെങ്കിലും അടിസ്ഥാനമായിട്ട് യൂണിറ്റ് ആക്കിക്കൊണ്ട് ഈ അലോട്ട്മെന്റ് നടത്തിയിരുന്നെങ്കിൽ റയ പോലെയുള്ള മിടുക്കികളായ കുട്ടികൾക്ക് ഇങ്ങനെ പുറത്തു നിൽക്കേണ്ടി വരില്ലായിരുന്നു. റയ, സമീർ, ഇപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ ഇടപെടും, അധികം ദിവസം പുറത്തു നിൽക്കേണ്ടി വരില്ല, അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോടുകൂടി സ്കൂളിൽ പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ പ്രതീക്ഷയിലേക്ക് എത്തിയോ? ഉറപ്പായും ഒരു പ്രതീക്ഷ ഇപ്പം വന്നിട്ടുണ്ട്. കാരണം എന്താ പറയുക, അത്രയും പവറുള്ള ഒരാളല്ലേ അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായും ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അപ്പം കാര്യങ്ങളൊക്കെ പഠിച്ചോളൂ. മറ്റ് നോട്ട്ബുക്കുകളോ സുഹൃത്തുക്കളുടെയൊക്കെ പുസ്തകങ്ങളോ ഒക്കെ വാങ്ങി മറിച്ചൊക്കെ നോക്കിക്കോ. ഒരാഴ്ചക്കുള്ളിൽ റയ സമീറിന് അഡ്മിഷൻ കിട്ടും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇല്ലെങ്കിൽ റിപ്പോർട്ടർ TVയും പൂർണ്ണമായിട്ടും റയയ്ക്കും ഈ സിനാനും ഒക്കെ അഡ്മിഷൻ വാങ്ങി തന്നിട്ട് നമ്മൾ വിശ്രമിക്കൂ. അഷ്കറും ബഷീറും ഒക്കെ വളരെ സജീവമായിട്ടുണ്ട്. നമ്മളടക്കം അങ്ങ് മലപ്പുറത്തേക്ക് വരും. അപ്പോൾ റയ സമീർ ഉറപ്പായിട്ടും ആത്മവിശ്വാസത്തോടു കൂടി ഇരുന്നോളൂ. ഇത് റയ പോലെയുള്ള വിദ്യാർത്ഥികളും വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇരുന്നോളൂ. റിപ്പോർട്ടർ അതിൻ്റെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടർ നെറ്റ്വർക്കും നമ്മൾ മലപ്പുറത്തേക്ക് മാറ്റും അടുത്ത ഒരാഴ്ചത്തേക്ക്. സർക്കാർ നടപടി എടുക്കാത്ത പക്ഷം 7000 വിദ്യാർത്ഥികളാണ്. റയെ പോലുള്ള മിടുക്കികളായ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് മുറിയിൽ ഇരിക്കാതിരിക്കാൻ കഴിയരുത്. നിങ്ങളുടെ കണ്ണുനീരും ഉണ്ടാവരുത്, ആശങ്കയും ഉണ്ടാവരുത്. താങ്ക് യു റയ സമീർ, താങ്ക് യു സമീർ, താങ്ക് യു മുഹമ്മദ് സിനാൻ, താങ്ക് യു അലൂഷി സേവ്യർ, താങ്ക് യു അഷർ പെരുമുക്ക്. ഒപ്പം പ്രതിപക്ഷ നേതാവിനും പ്രഭാതത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടതിന്. കാരണം വിദ്യാഭ്യാസ മന്ത്രി KSU, MSF, SFI, ASF സംഘടനകളുമായി ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെയാണ് ഈ വിഷയം നമ്മൾ അവതരിപ്പിച്ചത്. അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് കേൾക്കാൻ കൂടി വേണ്ടിയാണ് റേയും പ്രതിപക്ഷ നേതാവിനെയും നമ്മൾ ഒപ്പം എത്തിച്ചത്. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം. മിടുക്കികളായ കുട്ടികൾക്ക് ക്ലാസ് മുറിയിൽ പോകാതെ വീട്ടിലിരിക്കേണ്ടി വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷം എന്താണെന്ന് ഞാൻ പറയാതെ പ്രേക്ഷകർക്ക് മനസ്സിലാവുമല്ലോ, അവരുടേതായ കുറ്റം കൊണ്ടല്ലാതെ. അതിനി കണക്ക് നിരത്തി പ്രതിരോധിക്കുകയല്ല വേണ്ടത്. സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി ഇടപെടുക. അത് സർക്കാർ ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഇന്നത്തെ ദിവസം കൊണ്ട് ആ പ്രശ്നം അവസാനിക്കാൻ സാധിക്കുമെങ്കിൽ റിപ്പോർട്ടറിന് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഈ വിഷയം ആദ്യം പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് നിരന്തരമായി ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ ഈ വാർത്ത ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനൊരു പരിഹാരം
പരിഹാരമാവണം. ഇല്ലെങ്കിൽ ഒരു മാധ്യമം എന്ന രീതിയിൽ നമ്മൾ ഏതറ്റം വരെ പോകുമോ ആ അറ്റം വരെയും നമ്മൾ പോകും. കൃത്യമായി നമ്മൾ റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും, കണക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഫുൾ A+ ഉണ്ട്, പക്ഷെ ഇതുവരെ ഒരു അലോട്ട്മെന്റ് പോലും സീറ്റ് കിട്ടിയില്ല. ഒരിടത്ത് പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. എനിക്ക് വേണ്ടി ഗവൺമെന്റ് ഒരു സീറ്റ് പോലും വെച്ചില്ലേ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. മലപ്പുറം ജില്ലയിലെ 30,000-ൽ പരം വിദ്യാർത്ഥികൾ ഇപ്പോൾ പുറത്താണ്. അവർക്ക് ഉൾക്കൊള്ളാവുന്ന ബാച്ചുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൃത്യമായി KSU പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ശിവൻകുട്ടിക്കുള്ള താക്കീതായി. സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ, അത് ചെയ്തോട്ടെ. സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ, ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്.